നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 നമ്മെ മൃഗപദവിയിൽ നിന്നുയർത്തി മനുഷ്യപദവിയിൽ നിലനിർത്തുന്നതിൽ പ്രധാന പങ്കുണ്ട് ധർമ്മത്തിന്. ധാരണാത് ധർമ്മ എന്നതാണ് ധർമ്മം. ലോകത്തിൻ്റെ നിലനിൽപ്പിനും മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യപ്രാപ്തിക്കും വേണ്ടി നാം എല്ലാം ധരിക്കേണ്ടുന്ന മൂല്യങ്ങളുടെ ആകത്തുകയ്ക്ക് ധർമ്മമെന്ന് പറയാം. അതുപോലെ തന്നെ ധ്രിയതേ അനേന ഇതി ധർമ്മ എന്ന് പറയുന്നുണ്ട്. വ്യത്യസ്ത ഗുണഘടനകളോടും സ്വഭാവവിശേഷങ്ങളോടും കൂടിയ നാമങ്ങളൊക്കെയും യാതൊന്നിനാലാണോ ഒന്നായി ഒരു സമൂഹമായി നിലനിർത്തപ്പെടുന്നത് അതാകുന്നു ധർമ്മം. ധർമ്മത്തിൻ്റെ അടിസ്ഥാനം വേദമാകുന്നു. വേദോ അഖിലോ ധർമ്മമൂലം എന്നാണ് മനുസ്മൃതിയിൽ പറയുന്നത്. വേദത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ധർമ്മമാകുന്നു വൈദിക ധർമ്മം. ഒരിക്കലും നശിക്കാത്തതായതിനാൽ ഇതിനെ തന്നെ സനാതനധർമ്മം എന്നും പറയുന്നു. ഈ സനാതനധർമ്മം തന്നെയാണ് ഹിന്ദുധർമ്മം. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ദക്ഷിണാമൂർത്തി സ്തോത്രം ആലപിക്കുന്നത് കേൾക്കാം. ബാല്യാദിഷ്വപി ജാഗ്രദാദിഷു തഥാ സർവാസ്വവസ്ഥാസ്വപി വ്യാവൃത്താസ്വനുവർത്തമാനമഹമിത്യന്ത സ്ഫുരന്തം സദാ സ്വാത്മാനം പ്രകടീകരോതി ഭജതാം യോ മുദ്രയാ ഭദ്രയാ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ 3 അവസ്ഥകളാണുള്ളത്. നാലാമതൊരവസ്ഥയില്ല. ഈ 3 അവസ്ഥകൾക്കും സ്വതന്ത്രമായി നിലനിൽപ്പില്ല. അവ സാക്ഷിയായ ഞാനിനെ അപേക്ഷിച്ചു മാത്രം നിലകൊള്ളുന്നവയാണ്. ഞാനാകട്ടെ ഈ 3 അവസ്ഥകളിലും മാറാതെ നിലകൊള്ളുന്നു. ശ്രീ ശങ്കരാചാര്യരുടെ കൃതിയായ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലെ ഈ വിവരണമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ശങ്കരകൃതികളിൽ ശ്രീ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ 7ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ശൈശവ, ബാല്യ, കൗമാര, യൗവന, വാർദ്ധക്യങ്ങളാകുന്ന അവസ്ഥകൾ അത്യന്ത വിലക്ഷണങ്ങളാണ്. ഒരു സാമ്യവും ഇല്ല. ആ അവസ്ഥകൾക്ക്, അവസ്ഥകളിലെ ശരീരങ്ങൾക്ക്, അവസ്ഥകളിലെ ചിന്തകൾക്കും അനുഭവങ്ങൾക്കും താത്പര്യങ്ങൾക്കും ഒന്നും ഒരു ബന്ധവുമില്ല. എന്നാൽ അതിലെല്ലാം ഞാൻ എന്നുള്ളത് അനുസ്യൂതമാണ്. ശൈശവത്തിലുള്ള ഞാൻ തന്നെയാണ് ബാല്യത്തിൽ, ബാല്യത്തിലുള്ള ഞാൻ തന്നെയാണ് കൗമാരത്തിൽ, കൗമാരത്തിലുള്ള ഞാൻ തന്നെയാണ് യൗവനത്തിൽ, യൗവനത്തിലുള്ള ഞാൻ തന്നെയാണ് വാർദ്ധക്യത്തിൽ. അപ്പം അവസ്ഥകളിലെല്ലാം അനുസ്യൂതമായി ഏകമായി നിലകൊള്ളുന്ന ഞാൻ.
ഇതുപോലെ പറയുകയാണ് ജാഗ്രതാദിഷു, ജാഗ്രത് തുടങ്ങിയവയിൽ. ജാഗ്രത് തുടങ്ങിയവ എന്ന് പറയുമ്പോൾ അവസ്ഥാത്രയമാണ് പറയപ്പെടുന്നത്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ 3 അവസ്ഥകൾ. അവയിൽ ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയങ്ങളെ അറിയുന്ന അവസ്ഥയാണ് ജാഗ്രത അവസ്ഥ. ജാഗ്രത്തിൻ്റെ ലക്ഷണം ഒരാൾ കണ്ണ് തുറന്നിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിൽക്കുന്നുണ്ടോ ഇരിക്കുന്നുണ്ടോ എന്നുള്ളതല്ല. മറിച്ച് ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ അറിയുന്ന അവസ്ഥയാണ് ജാഗ്രത അവസ്ഥ. ഒരാൾ കണ്ണ് തുറന്നിരിക്കുന്നു, എന്തോ മനോരാജ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ മുമ്പിൽ ഒരാൾ നിന്നാലും കാണുന്നില്ല, അയാളുടെ അരികെ നിന്ന് ഒരാൾ വിളിച്ചാലും കേൾക്കുന്നില്ല. അയാൾ മനോരാജ്യത്തിലാണ്. അത് അയാൾ ജാഗ്രതത്തിലല്ല, അയാൾ സ്വപ്നത്തിലാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അർത്ഥങ്ങളെ, വിഷയങ്ങളെ ഗ്രഹിക്കുന്ന അവസ്ഥയാണ് ജാഗ്രത അവസ്ഥ എന്ന് മനസ്സിലാക്കണം. ആ അവസ്ഥയിൽ ഇന്ദ്രിയങ്ങൾ വ്യാപരിച്ചു. പതുക്കെ പതുക്കെ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഉപസംഹരിക്കപ്പെടുകയാണ്. അങ്ങനെ അവ വിശ്രമിക്കാൻ വേണ്ടി പിന്തിരിയുമ്പോൾ അന്തഃക്കരണം ഒട്ടും വിശ്രമിച്ചിട്ടുമില്ല. ആ അവസ്ഥയിൽ അന്തഃക്കരണത്തിലുണ്ടാവുന്ന വൃത്തിവിശേഷങ്ങൾ, എങ്ങനെയുള്ള വൃത്തിവിശേഷങ്ങൾ? വിഷയങ്ങളോടൊത്ത, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളോടൊത്ത വൃത്തിവിശേഷങ്ങൾ. അതെങ്ങനെ ഉണ്ടാവുന്നതാ? ജാഗ്രത സംസ്കാരത്തിനനുസരിച്ചുണ്ടാവുന്ന വൃത്തിവിശേഷങ്ങൾ. അതിനാണ് സ്വപ്നം എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ സ്വപ്നം എന്ന് പറഞ്ഞാൽ കരണേഷു ഉപസംഹൃതേഷു, കരണങ്ങൾ പിന്തിരിയുന്ന സമയത്ത് ജാഗ്രത സംസ്കാരജഹ, ജാഗ്രത്തിൻ്റെ സംസ്കാരത്തിൽ നിന്ന് ജനിക്കുന്ന, ജാഗ്രത സംസ്കാരത്തിൽ നിന്നുണ്ടാവുന്ന സവിഷയ പ്രത്യയ, വിഷയത്തോടു കൂടിയ പ്രത്യയത്തിനാണ് സ്വപ്നം എന്ന് പറയുന്നത്. ഇവിടെ ജാഗ്രത സംസ്കാരത്തിനനുസരിച്ചാണ് സ്വപ്നം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ജാഗ്രതയിൽ ഇന്ന് വരെ കണ്ണ് കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് സ്വപ്നം കേൾക്കും, രുചിക്കും, മണക്കും, സ്പർശിക്കും, പക്ഷെ അയാൾ സ്വപ്നം കാണില്ല. ജാഗ്രതയിൽ ഇന്ന് വരെ ചെവി കേട്ടിട്ടില്ലാത്ത ഒരാൾ സ്വപ്നം കാണും, മണക്കും, രുചിക്കും, സ്പർശിക്കും, പക്ഷെ കേൾക്കില്ല. 5 ഇന്ദ്രിയങ്ങളുള്ള ആൾക്ക് സ്വപ്നത്തിലും 5 ഇന്ദ്രിയങ്ങളുണ്ടാവും. ജാഗ്രത സംസ്കാരത്തിൽ നിന്നാണ് സ്വപ്നം. സവിഷയ, വിഷയത്തോടൊത്തതാണ് സ്വപ്നം. ഇവിടെ വേറൊന്നുകൂടി മനസ്സിലാക്കണം. കരണേഷു ഉപസംഹൃതേഷു, കരണങ്ങൾ ഉപസംഹൃതമായ സമയത്താണ്. അപ്പോൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കരണം പെട്ടെന്ന് ജാഗ്രത ആയാൽ പെട്ടെന്ന് നമ്മൾ ഉണരും. ഇപ്പോൾ ഒരാൾ സ്വപ്നാടനം ചെയ്യാമെന്ന് വിചാരിച്ചോളൂ, സ്വപ്നത്തിൽ നടക്കുകയാണെന്ന് വിചാരിച്ചോളൂ. ഇപ്പോൾ സ്വപ്നത്തിൽ നടക്കുന്ന സമയത്ത് കാല് എവിടെയെങ്കിലും ഒന്ന് വെച്ച് മുട്ടി ജാഗ്രതത്തിലേക്ക് ഉണർന്നു പോയാൽ ഉടനെ ഉണരും അയാൾ. ഇപ്പോൾ കരണവ്യാപാരത്തിലേക്ക് വന്നാൽ ഉടനെ ഉണർന്നു. അപ്പോൾ ചിലപ്പോൾ നമുക്ക് സംശയം വരും, സ്വപ്നത്തിൽ കരണവ്യാപാരമല്ലേ, അയാൾ കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ, നടക്കുന്നില്ലേ? മറുപടി, അതൊക്കെയും കരണങ്ങളുടെ പ്രവൃത്തിയുടെ സംസ്കാരം മനസ്സിലുള്ളതിനനുസരിച്ചാണ് സംഭവിക്കുന്നത്. കരണവ്യാപാരമല്ല സംഭവിക്കുന്നത്. അവിടെ വീണ്ടും സംശയം വരാം നമുക്ക്. ഒരാൾ സ്വപ്നത്തിൽ നടക്കുകയാണ്, അപ്പോൾ പാദേന്ദ്രിയം പ്രവർത്തിക്കുന്നില്ലേ എന്നാണ് സംശയം. പാദേന്ദ്രിയം പ്രവർത്തിക്കാതെ അയാൾ എങ്ങനെയാണ് നടക്കുന്നത്? പെട്ടെന്ന് നമുക്ക് തോന്നും പാദേന്ദ്രിയം പ്രവർത്തിക്കുന്നുണ്ട് എന്ന്, അതുകൊണ്ടാണല്ലോ നടക്കുന്നതെന്ന് നമുക്ക് തോന്നും. എന്നാൽ ശരിയല്ല. പാദം പ്രവർത്തിക്കുന്നുണ്ട്. പാദവും പാദേന്ദ്രിയവും രണ്ടാണ്. ഇന്ദ്രിയം സൂക്ഷ്മമാണ്. അപ്പോൾ ഇത് കണ്ണ് പ്രവർത്തിക്കുന്ന ഗോളകമാണ്, നേത്രേന്ദ്രിയമല്ല. നേത്രേന്ദ്രിയം സൂക്ഷ്മമാണ്. ഇത് ചെവി പ്രവർത്തിക്കുന്ന ഗോളകമാണ്, ശ്രോത്രേന്ദ്രിയമല്ല. ശ്രോത്രേന്ദ്രിയം സൂക്ഷ്മമാണ്. ഇതുപോലെ കാലെന്നുള്ളത് പാദേന്ദ്രിയമല്ല, പാദമാണ്. ഇന്ദ്രിയം സൂക്ഷ്മമാണ്. പാദമെന്ന സ്ഥാനത്തെ ആശ്രയിച്ചുകൊണ്ട് പാദേന്ദ്രിയം പ്രവർത്തിക്കുന്നു. ഇപ്പോൾ സ്വപ്നത്തിൽ നടക്കുന്ന ആളെ സംബന്ധിച്ച് പാദേന്ദ്രിയം പ്രവർത്തിക്കുന്നില്ല. പാദേന്ദ്രിയത്തിൻ്റെ സംസ്കാരം മനസ്സിലുള്ളത് ആണ് പാദത്തെ പ്രവർത്തിപ്പിക്കുന്നത്. നേത്രേന്ദ്രിയത്തിൻ്റെ സംസ്കാരം മനസ്സിലുള്ളതാണ് നേത്രത്തെ പ്രവർത്തിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ
വിഷയത്തോടുകൂടി ജാഗ്രത സംസ്കാരത്തിനനുസരിച്ച് അന്തഃകരണത്തിലുണ്ടാകുന്ന വൃത്തിയാണ് സ്വപ്നം. സ്വപ്നാവസ്ഥയും കഴിഞ്ഞു. ഉറങ്ങിയവൻ യാതൊരു കാമവും കാമിക്കാത്ത, യാതൊരു സ്വപ്നവും കാണാത്ത അവസ്ഥയ്ക്കാണ് നമ്മൾ സുഷുപ്തി എന്ന് പറയുക. എത്ര സുപ്തോ ന കഞ്ചന കാമം കാമയതേ ന കഞ്ചന സ്വപ്നം പശ്യതി തത് സുഷുപ്തം. അവിടെ ഒരു കാമവും ഇല്ല, ഒരു സ്വപ്നവും ഇല്ല, പ്രശാന്തനായി. പിന്നീട് സുഖമായിരുന്നു, ആനന്ദമായിരുന്നു, ഞാനൊന്നും അറിഞ്ഞില്ല കേട്ടോ. ഈ സ്മൃതിയാണ് പിന്നീട് ഉണ്ടാകുന്നത്. അപ്പം ഇങ്ങനെ 3 അവസ്ഥകളാണ് നമുക്ക്: ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. ഈ 3 അവസ്ഥകളിലും അറിവ് ഭിന്നമാണ്, അഭിമാനം ഭിന്നമാണ്, ലോകം ഭിന്നമാണ്. പക്ഷെ അറിയുന്നവൻ ഏകനാണ്. ഞാൻ എന്നുള്ളത് അതിലെല്ലാം അനുസ്യൂതമാണ്. ഇങ്ങനെ ബാല്യാദിഷു അപി ജാഗ്രതാദിഷു എന്നുള്ളത് നമുക്ക് വിചാരം ചെയ്യാം. തുടർന്ന് അടുത്ത പ്രാവശ്യമാവട്ടെ. അടുത്തതായി സനാതനധർമ്മമാണ്. രാമായണത്തിലൂടെ കണ്ണ് ഓടിക്കുമ്പോൾ നമുക്ക് വൈദികങ്ങളായ പല ആശയങ്ങളും അതിൽ കാണാൻ സാധിക്കും. രാമായണത്തിൻ്റെ പ്രാണനായി നിൽക്കുന്നത് തന്നെ ഒരു വൈദികമായ ആശയമാണ്. ഇപ്പോൾ വേദം ഇപ്രകാരം പറയുന്നു, ഋഗ്വേദം പറയുന്നു, പതംഗോ വാചം മനസാ ബിഭർത്തി താം ഗന്ധർവോ അവദദ്ഗർഭേന്ദഃ താം ദ്യോതമാനാം സ്വര്യം മനീഷാം ഋതസ്യ പദേ കവയോ നിപാന്തി. എല്ലാ ഊർജവും പ്രപഞ്ചത്തിൽ വിതയ്ക്കുന്നത് സൂര്യനാണ്, സവനം ചെയ്യുന്നവൻ, സവിതാവ്. ഈ സവിതാവ് സൂര്യൻ തൻ്റെ ഊർജം കൊണ്ട് ഈ ഭൂമിയിൽ എന്തെല്ലാം നടക്കുന്നുവോ അതിനെ വീക്ഷിക്കുന്നുണ്ടത്രേ. അപ്രകാരം ഒരു മോണിറ്ററിങ് സൂര്യൻ്റെ ഭാഗത്ത് നിന്നുണ്ട്. പതംഗോ വാചം മനസാ ബിഭർത്തി. പതങ്കൻ സൂര്യൻ തൻ്റെ മനസ്സിൽ നാം പറയുന്ന ഓരോ വാക്കിനെയും കൊണ്ട് നടക്കുന്നുണ്ടത്രേ, മനസാ ബിഭർത്തി. എന്നിട്ട് ആ വാക്ക് നാം പാലിക്കണം, പറഞ്ഞ വാക്ക് പാലിക്കണം, ആരും അത് തെറ്റിക്കാൻ പാടില്ല എന്നാണ് നിയമം. അതുകൊണ്ട് നമ്മെ അത് ഓർമ്മിപ്പിക്കുന്നു. പറഞ്ഞുപോയ വാക്ക് ഒരുപക്ഷെ നാം മറന്നിട്ടാണെങ്കിലോ പാലിക്കാതിരിക്കുന്നത് അതുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഓരോ നിമിഷവും നാം പറഞ്ഞ വാക്കുകൾ, നമ്മുടെ വാഗ്ദാനങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണർത്തിക്കൊണ്ടിരിക്കുന്നു. അതാരാണ് ഉണർത്തുന്നത്? താം ഗന്ധർവോ അവദത് ഗർഭേ അന്തഃ. ഗർഭേ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ ഗന്ധർവൻ, ഗോവിനെ ധരിക്കുന്നവനാണ് ഗന്ധർവൻ. ഗോവ് എന്നുള്ളതിന് ഇവിടെ പ്രാണൻ എന്നർത്ഥം. നമ്മുടെ പ്രാണനെ നിലനിർത്തുന്നത് വായുവാണ്, പ്രാണവായു. പ്രാണവായുവിനെ ഓരോ നിമിഷവും നാം അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണത്രേ പ്രാണവായുവിനെ സംഭരിച്ചു വയ്ക്കാൻ യാതൊരു നിവൃത്തിയുമില്ല നമ്മുടെ ശരീരത്തിൽ. വെള്ളം വേണമെങ്കിൽ നമുക്ക് കുറേ നേരത്തേക്കുള്ള വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ നമുക്ക് സംഭരിച്ചു വയ്ക്കാം. ഇതിനുള്ള യാതൊരു സംവിധാനവുമില്ല. പ്രാണൻ മാത്രം നമുക്ക് കുറേ നേരത്തേക്കുള്ളത് ഉള്ളിൽ സംഭരിക്കാൻ പറ്റില്ല. ഓരോ നിമിഷവും അതിനെ എടുക്കുകയും അത് നമ്മുടെ ശരീരത്തിലുള്ള ആവശ്യമില്ലാത്ത വാതകങ്ങളുമായി അത് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണത്രേ ഈ പ്രപഞ്ചത്തിൽ ഇന്ന് ജനിച്ചിട്ടുള്ള സർവ്വജീവജാലങ്ങൾക്കും വേണ്ടത്ര പ്രാണവായു ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ്, ആരും സംഭരിച്ചു വയ്ക്കാത്തതുകൊണ്ടാണ്. അങ്ങനെ എല്ലാവരും ഓരോ നിമിഷവും പ്രാണവായുവിനെ അകത്തേക്കെടുക്കുമ്പോൾ നാം ചെയ്ത പ്രതിജ്ഞകളെ നമ്മുടെ മനസ്സിൽ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നാണ് വേദം പറയുന്നത്. താം ഗന്ധർവോ അവദത് പറയുന്നു, നമ്മുടെ ഉള്ളിലെത്തി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, നീ ഇപ്രകാരം ഒരു പ്രതിജ്ഞ നീ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ താം ദ്യോതമാനാം, ഓരോ നിമിഷവും അത് ഓർമ്മിപ്പിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ ദ്യോതമാനമാകുന്നു, കൂടുതൽ കൂടുതൽ പ്രകാശിക്കുന്നു. നമ്മൾ ഒരു തീ ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കുമ്പോൾ അത് കൂടുതൽ പ്രകാശിക്കുന്നത് പോലെ നാം കൊടുത്ത വാക്കുകൾ നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്നു അത്രേ. അങ്ങനെ ദ്യോതമാനമായി പ്രകാശിച്ചുകൊണ്ട് അത് സ്വര്യമായിത്തീരുന്നു. വാഗ്ദാനങ്ങൾ സ്വർഗീയങ്ങളായിത്തീരുന്നു. അതിന് ഒരു
ഒരു സ്വർഗീയമായ പരിവേഷം അതിന് വന്നു ചേരുന്നു. അങ്ങനെ അപ്രകാരം സ്വര്യമായി തീരുന്ന ആ വാക്കിനെ ഋതസ്യ പദേ കവയോ നിപാന്തി. ഋതം സത്യം, സത്യത്തിൻ്റെ മാർഗത്തിൽ കവികൾ അതിനെ നിബന്ധിക്കുന്നു. കവികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് വിചാരിക്കുന്ന വിധത്തിലുള്ള കവികളല്ല. കാഴ്ചപ്പാടുള്ള മനുഷ്യൻ, താൻ പറഞ്ഞതിനെ പാലിക്കണമെന്ന കാഴ്ചപ്പാടുള്ള സത്യസന്ധനായ മനുഷ്യൻ തൻ്റെ പ്രവൃത്തിയിലൂടെ അതിനെ സത്യമാക്കി തീർക്കുന്നു. അപ്പോൾ പറഞ്ഞ വാക്കിനെ അതിനനുസൃതമായി പ്രവർത്തിക്കുന്നതിലൂടെയാണ് മനുഷ്യൻ സത്യമാക്കുന്നത് എന്ന ഒരു പ്രസ്താവന വേദം അവിടെ നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ശ്രീരാമചന്ദ്രൻ അച്ഛൻ്റെ വാക്കിനെ സത്യമാക്കുന്നതിന് വേണ്ടിയാണ് കാട്ടിലേക്ക് പോയത് എന്ന് പറയുന്നു. ഒരു നിർബന്ധവും വാസ്തവത്തിൽ അവിടെയില്ല. ശ്രീരാമൻ പോകുന്നില്ലെന്ന് പറഞ്ഞാൽ പോകുന്നില്ല, നിർബന്ധിച്ച് വിടുകയല്ല ചെയ്യുന്നത്. ലക്ഷ്മണൻ പറയുന്നത് പോലുമുണ്ട്. ലക്ഷ്മണൻ വളരെ ക്രുദ്ധനാകുന്നു. ഇത് പറയുമ്പോൾ രാമൻ വനത്തിലേക്ക് പോകുന്ന ലക്ഷ്മണന് സഹിക്കാൻ കഴിയുന്നില്ല. ഏറ്റവും കൂടുതൽ അസഹ്യത പ്രകടിപ്പിക്കുന്ന ലക്ഷ്മണനാണ്. അച്ഛനെ ഞാൻ വേണമെങ്കിൽ ബന്ധിച്ച് കാരാഗൃഹത്തിലാക്കാം, എന്നിട്ട് ജ്യേഷ്ഠനെ ഇവിടെ നിർത്തും. അച്ഛൻ എന്തിനാണ് ജ്യേഷ്ഠനെ കാനനത്തിലേക്ക് അയക്കുന്നത്? വളരെ രോഷാകുലനായിട്ടാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ സത്യം അറിയുന്ന, അതിൻ്റെ ആന്തരതലങ്ങളെ ശരിയായി മനസ്സിലാക്കിയിട്ടുള്ള ശ്രീരാമചന്ദ്രൻ യാതൊരു ക്ഷോഭവും ഏശാതെയാണ് കാട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ തൻ്റെ വാക്കിനെ, അച്ഛൻ്റെ വാക്കിനെ, അച്ഛൻ പറഞ്ഞ ആ വാക്ക് എന്താണെന്ന് നമുക്ക് പിന്നീട് ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് എവിടെയാണ്, എങ്ങനെയാണിത് ഇത്ര വലിയ അനുല്ലംഘനീയമായ വാക്യമായി മാറുന്നത് എന്നൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അപ്രകാരമുള്ളതായ ആ വാക്കിനെ പതംഗഃ വാചം, പതംഗനാണ്, സൂര്യനാണ് അതിനെ തൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു വാക്ക് പറഞ്ഞാൽ ആരും തന്നെ അത് മറക്കില്ല എന്നതാണ്. ഗൗരവമായിട്ട് പറയുന്ന വാക്ക് മറക്കില്ല. നമ്മൾ സാധാരണ ഇതിൽ മുദ്രക്കടലാസിലൊക്കെ എഴുതി വയ്ക്കണമെന്ന് നമ്മൾ പറയും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അത്രേ വാക്ക് പറഞ്ഞതാണെങ്കിൽ, വാഗ്ദാനം ചെയ്തതാണെങ്കിൽ അതൊരിക്കലും മറക്കുകയില്ല. അതിനെ നമ്മുടെ ഉള്ളിൽ ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നാണ് വേദം നമുക്ക് അസന്ദിഗ്ധമായ ഭാഷയിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്രകാരം ഈ വാക്കിനെ പാലിക്കുക. അപ്പോൾ ദശരഥ മഹാരാജാവും ഒരു പക്ഷേ പുത്രവാത്സല്യത്താൽ പ്രേരിതനായി തൻ്റെ വാക്കിനെ മനഃപൂർവ്വം മറച്ചു വെച്ചില്ലേ എന്ന് ചിന്തിക്കുമ്പോൾ ദശരഥനും ധൃതരാഷ്ട്രർക്കും തമ്മിലുള്ളതായ ഒരു സാദൃശ്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. പുത്രസ്നേഹം കൊണ്ട് ഉചിതമായ കാര്യത്തെ മറന്നു പോകുന്ന ആ പിതൃവാത്സല്യത്തിൻ്റെ നിരങ്കുശത്വം നമുക്കിവിടെ കാണാൻ കഴിയും. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്രസന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഗണപതയേ നമഃ. ഓം മംഗളനിധിയേ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം മംഗളനിധിയേ നമഃ. പഴവൻ
പഴവങ്ങാടി മഹാഗണപതിയെ അഴലാറ്റിത്തരണേ. പഴവങ്ങാടി മഹാഗണപതിയെ അഴലാറ്റിത്തരണേ. ഉഴലുകയാണുദയാനിധിയെ നേർവഴി കാട്ടിത്തരണേ. തിരുക്കഴലെത്തിച്ചിടണേ. ഉഴലുകയാണുദയാനിധിയെ നേർവഴി കാട്ടിത്തരണേ. തിരുക്കഴലെത്തിച്ചിടണേ. ഓം ഗം ഗണപതയേ നമ. ഓം മംഗളനിധിയേ നമ. ഓം ഗം ഗണപതയേ നമ. ഓം മംഗളനിധിയേ